നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു പുതിയ ഒരു സ്ഥലത്തേക്കാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. അതെവിടെയാണെന്ന് അറിയണ്ടേ? അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ പോകുന്നത് മൂന്നാറിലേക്കാണ് കേട്ടോ. പോകുന്ന വഴിക്ക് നമ്മൾ ഏതാണ് സ്ഥലമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ അവിടെ നല്ലൊരു വ്യൂ പോയിന്റ് കണ്ട് അപ്പോൾ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഉണ്ട്, ഞങ്ങൾ കുടുംബത്തോട് എല്ലാവരും ഉണ്ട്. അപ്പം നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ് നമ്മുടെ മൂന്നാറും വട്ടവടയിലേക്കുള്ള യാത്രയിലേക്ക്. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചു പോയി ആ യാത്രയിൽ പങ്കുചേരാം. അപ്പം നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് പോകുന്നതെന്ന് വെച്ചാൽ പല പല കാഴ്ചകൾ നമുക്ക് കാണാം, ആസ്വദിക്കാം. അപ്പം എല്ലാവർക്കും ഒന്നുകൂടി പോകാം. വീണ്ടും ഞാൻ എല്ലാവരെയും ഒന്നുകൂടി ക്ഷണിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തിന് മുമ്പേ മൂന്നാർ യാത്രയുടെ ഒരു ഭാഗമായിട്ടുള്ളൊരു വീഡിയോ ആണിത്. കൂടെ എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ നമ്മൾ ലിജിയുടെ വീട്ടിൽ നിന്ന് മാങ്ങാത്തോട്ടിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. അവിടുന്ന് രാജകുമാരിയിൽ നിന്ന് പൂപ്പാറ വഴി ഗ്യാപ്പ് റോഡ് വഴിയാണ് നമ്മൾ മൂന്നാറിന് പോകുന്നത്. അപ്പോൾ പൂപ്പാറയിൽ നിന്ന് തന്നെ തുടങ്ങും നമ്മുടെ ഇടുക്കിയുടെ സൗന്ദര്യമായ വർദ്ധിപ്പിക്കുന്ന തേയിലത്തോട്ടങ്ങളും അതുപോലെ എസ്റ്റേറ്റുകളും ലയങ്ങളും ഒക്കെ കാണാൻ നമുക്ക് പോകുന്ന വഴിക്ക്. അപ്പോൾ ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ കാണുന്നത് ഓറഞ്ച് മരങ്ങളാണ്. അവിടെ ഇവിടെയായി ചെറിയ ചെറിയ മരങ്ങൾ കാണുന്നത്. അപ്പോൾ അത് നിറയെ പഴുത്ത ഓറഞ്ചുകൾ കിടപ്പുണ്ട് കേട്ടോ. തൊട്ടടുത്ത് പോയാൽ അത് കാണാം. നമുക്ക് ഒരുപാട് ദൂരത്തു കൂടി നമ്മൾ പോകുന്നത് കൊണ്ട് ഓറഞ്ചാണോ അതിൽ പിടിച്ചു കിടക്കുന്നെന്നുള്ളത് അറിയത്തില്ല. ശരിക്കും നമ്മൾ ഈ കാഴ്ച കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നത്. ഇത്രയും ദൂരം എന്ന് വെച്ചാൽ മൂന്നാറോ വട്ടവടയൊക്കെ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയും ഇങ്ങനെയുള്ള യാത്രകൾ ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കൂടെയുള്ള അവരും അതുപോലെ തന്നെ, അവർക്കും ഇതുപോലെ തന്നെ സന്തോഷമാണ്. കാരണം അവരും ഇതുപോലെ തന്നെ യാത്രകളൊന്നും അധികം ചെയ്തിട്ടില്ല. ചേട്ടനായാലും പിള്ളേരായാലും ഇങ്ങനെ യാത്രയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ മൂന്നാർ കാണാനും വട്ടവട കാണാനും പോകാനുള്ള ഒരു സമയം ഉണ്ടായത് നമ്മൾ ലിജിയുടെ വീട്ടിൽ വന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വിജിയുടെ ഒരു സമയം ഒരു പക്ഷത്തെ നമ്മൾ ലിജിയുടെ വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ സ്ഥലങ്ങളൊന്നും പോയി കാണാനൊന്നും പറ്റത്തില്ലായിരുന്നു. നമുക്കങ്ങനെ മൂന്നാർ പോകണമെന്നുള്ളൊരു ആഗ്രഹമൊന്നും മനസ്സിനകത്തുണ്ടായിരുന്നില്ല. ലിജിയുടെ വീട്ടിൽ വന്നപ്പോഴാണ് പിന്നെ അതിനെപ്പറ്റിയുള്ള ചിന്തകളൊക്കെ ഉണ്ടായത്. ഇപ്പോൾ മൂന്നാറിന് പോകുമ്പോഴുള്ള ഈ ഗ്യാപ്പ് റോഡിൻ്റെ ഇരു സൈഡിലായിട്ടുള്ള മലനിരകളും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറേ വീഡിയോകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടിയിലിരുന്ന് എല്ലാവർക്കും കൂടി ഇരുന്ന് പോകാനുള്ള സൗകര്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഏറ്റവും ബാക്കിലത്തെ സീറ്റിലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ വീഡിയോകളൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി കേട്ടോ. നല്ല കാഴ്ചകളൊക്കെ ഉള്ള കുറേ വീഡിയോകളുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം എന്നെപ്പോലെ കുറേ ആൾക്കാർ കാണുമല്ലോ ഇതേപോലെ സ്ഥലങ്ങളൊന്നും പോയി കാണാൻ പറ്റാത്ത അപ്പം അവർക്ക് വേണ്ടിയും കൂടെ ഉള്ള ഒരു വീഡിയോ ഞാൻ എടുത്ത് നിങ്ങളെയൊക്കെ കാണിക്കും. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ തേയിലത്തോട്ടത്തിന് നടുവിലായി ചെറിയ ചെറിയ മരങ്ങളുണ്ടെന്ന്, ഓറഞ്ച് മരമാണെന്ന്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കുറച്ച് മാറിയിട്ട് അവിടെ ഒരു തമിഴ് ഫാമിലി ഭാര്യയും ഭർത്താവും കൂടി അവിടെ ഓറഞ്ച് പറിച്ച് വിൽക്കുന്നുണ്ടായിരുന്നു. ചെറിയ ഓറഞ്ചുകൾ കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ വണ്ടി നിർത്തി കുറേ ഓറഞ്ചൊക്കെ മേടിച്ചു. അവിടെ തന്നെ അത് കഴിക്കുകയൊക്കെ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ട്. മരുന്നൊന്നും അടിക്കാത്ത ഓറഞ്ച് ആയതുകൊണ്ട് അതിൻ്റെ പ്രത്യേക രുചി ഉണ്ടായിരുന്നു. അപ്പോഴും നമ്മുടെ മുന്നേ പോകുന്ന ഈ ഡബിൾ ഡെക്കർ ബസ് ഉണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ് കേട്ടോ. പക്ഷേ ഈ ഒരു വണ്ടിയുടെ ഇന്നാണ് ഇതിൻ്റെ ഒരു ഉദ്ഘാടനം നടന്നത്. ഈ വണ്ടി ഇന്നാണ് നിരത്തിലിറങ്ങി ഓടാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു കാഴ്ച കൂടി നമുക്കത് കാണാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ പോകുന്ന റോഡിന് ടോൾ പിരിവുണ്ട് കേട്ടോ. നമ്മുടെ 4 വീലർ വണ്ടിക്ക് 35 രൂപയാണുള്ളത്. അപ്പോൾ അങ്ങനെ ടോളും ഒക്കെ കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ ആഗ്രഹം ചായ കുടിക്കാമെന്ന്. അപ്പോൾ ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുമ്പോഴാണ് ഈ ഒരു സ്ഥലം ഞങ്ങൾ കണ്ടത്. ശരിക്കും മൂന്നാറിൻ്റെ സൗന്ദര്യം ഇവിടെയാണ് തുടങ്ങുന്നത് കേട്ടോ. നമ്മളിന്നിപ്പം വന്ന് നിൽക്കുന്നുണ്ടോ, മൂന്നാർ പോകുന്നതിൻ്റെ സൈഡിലൊരു റോഡിൽ വന്ന് കണ്ടോ, ഈ സൈഡിൽ ഈ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളെ പോലെ വന്നവരായിരിക്കും, കുറേ ആൾക്കാരുണ്ട്. ഇതിൻ്റെ മുകളിലും കാടും മറ്റു ഒക്കെയാണ് കേട്ടോ. അടുക്ക് യൂക്കാലി മരം ആ കാണുന്നതൊക്കെ ഉണ്ടല്ലോ. കുറേ തട്ടായിട്ടുള്ള തേയിലത്തോട്ടങ്ങളാണ്. ആ കിടപ്പ് കണ്ടാലുണ്ടല്ലോ, ഒരു പച്ച പുതപ്പ് വെച്ച് നമ്മൾ പുല്ല് വെട്ടി വെച്ചിരിക്കുന്ന കണക്കുള്ള ഒരു ഭംഗി. അങ്ങ് കണ്ടോ, അവിടെ കുറേ വീടുകളാണെന്ന് തോന്നുന്നു ആ കാണുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാണാമായിരിക്കും. കുറേ അതിനപ്പുറം മാറി കുറേ മലകളുണ്ട്. അതുകൊണ്ട് ആ നടുക്ക് കുറേ നിൽക്കുന്നത് യൂക്കാലി മരമാണെന്ന് തോന്നുന്നു കേട്ടോ. എന്ത് നല്ല ഭംഗിയാണെന്നറിയാവോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല മൂന്നാറും വട്ടവടയൊക്കെ കാണാമെന്നുള്ളത്.
ഇപ്പം എനിക്കത് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അത് കാണാൻ പറ്റത്തില്ലെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഇങ്ങനെ വന്ന് ഈ ഒരു സ്ഥലം കാണാമെന്നുള്ളത് അതെൻ്റെ ഒരു ഭാഗ്യം കേട്ടോ. അപ്പം നിങ്ങളും ഇതുപോലൊക്കെ പറ്റുമെങ്കിൽ വന്ന് നമ്മുടെ ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് കാണണം. അതല്ലേ നമുക്ക് ഏറ്റവും വലിയ കാര്യം. നമ്മളെന്നും നമ്മുടെ നാട്ടിൽ തന്നെ നിന്നിട്ട് കാര്യമില്ലല്ലോ. കുറേ നല്ല നല്ല സ്ഥലങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ നേരെ കുറച്ചു നേരം കൊണ്ട് ഇവിടെ ഒന്ന് വിശ്രമിച്ചിട്ട് ലിജിയൊക്കെ ഒന്ന് പിടിച്ചു പിടിയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി മൂന്നാറിനാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു, ഒരു ചായയൊക്കെ കുടിച്ചു ഞങ്ങൾ വീണ്ടും മൂന്നാറിനുള്ള യാത്രയിലാണ് കേട്ടോ. നമ്മൾ മൂന്നാറിലേക്ക് അങ്ങനെ ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൂന്നാർ ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം അവധി ദിവസങ്ങളായതുകൊണ്ട് ഇഷ്ടംപോലെ വണ്ടികളും അതുപോലെ തന്നെ ബസ് യാത്രക്കാരും ഒക്കെ ഒരുപാട് തിരക്ക് കൂടിയ ഒരു സ്ഥലം കൂടിയായിരുന്നു അവിടെ. ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഇവിടെ തമിഴ് സംസാരിക്കുന്നവരാണ് കേട്ടോ. നമ്മൾ നടന്നു പോകുമ്പം തന്നെ നമുക്ക് അതറിയാൻ പറ്റും. കടകളിലുള്ളവരായാലും നമ്മുടെ എതിർ സൈഡിൽ നടന്നു പോകുന്നവരായാലും എല്ലാവരും തമിഴാണ് സംസാരിക്കുന്നത്. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടായിരിക്കും ഈ ഒരു എല്ലാവരും തമിഴ് പറയുന്നത്. അപ്പോൾ നമ്മൾ മൂന്നാർ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരമായി. വണ്ടിക്ക് എണ്ണയൊക്കെ അടിച്ചു. അങ്ങനെ നമ്മൾ കണ്ട ഇനി നമ്മൾ വട്ടവടയിലേക്ക് പോകാനുള്ള റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ടാവും. നമുക്ക് വേണ്ടുന്ന കുറേ സാധനങ്ങളാണ് ഇതൊന്നും. പക്ഷെ നമുക്ക് ഇതൊന്നും വേണ്ട. നമ്മൾ സെറ്ററൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് പോകാം നമുക്ക്. ഇതിനകത്ത് ദേവനും ശ്രീകുട്ടനും ചെവിയിൽ വയ്ക്കുന്ന ഈ ഇതെത്ര 30 രൂപ. അച്ഛത്തിനിടയ്ക്ക് പോയി മേടിച്ചിട്ടോ? പൈസ ഉണ്ടോ? പൈസ ഉണ്ടോ നോക്കാലി? ഉണ്ട്, പൈസ ഉണ്ട്. പൈസ ഉണ്ടോ നോക്ക്. ഇങ്ങടുത്ത് ഒരെണ്ണം മതി. ഉണ്ടാവും നോക്ക്. പൈസ കാണണം അതില്. ഉണ്ടോ? പൈസ വിളിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ഇതാണ് ചെവി വെക്കുന്ന ഈ ഗ്യാപ്പ് മേടിച്ചു. അപ്പൊ ഇതിന് 30 രൂപയായിരുന്നു. അപ്പൊ നമ്മുടെ ഈ ചില്ലറ ഇല്ലാഞ്ഞുണ്ടല്ലോ 20 രൂപയ്ക്ക് തന്നു. അപ്പൊ നമ്മുടെ പല സാധനങ്ങളുണ്ട്. തലയിലെടുത്ത തൊപ്പി, ഇതുണ്ടോ, പല സൈസിലുള്ള തൊപ്പികളാണ് കിടക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലിടുന്ന ഈ തണുപ്പൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, കൊച്ചു പിള്ളേർക്കായാലും നമുക്കായാലും തണുപ്പൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്യാപ്പ് കണ്ടോ. പിന്നെ സെറ്ററുണ്ട്, പല സൈസില് സെറ്ററുകൾ. സെറ്ററിനൊക്കെ എന്താ വില? 350, അതോ? ഒരുപാട് ഐറ്റങ്ങൾ. ഒരു കട മാത്രമല്ല, ഇവിടെ ഒരുപാട് അങ്ങോട്ട് ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ. വണ്ടി പോകുന്നത് കൊണ്ട് സൗണ്ടിന്റെ ഒരു വ്യത്യാസം വരും. സാരമില്ല കേട്ടോ, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ മൈക്ക് ഉണ്ടായതുകൊണ്ട് ഒരുവിധം പിടിച്ചു നിൽക്കുന്നത്. അടുത്തത് തേയില, പിന്നെ ചോക്ലേറ്റ് സാധനങ്ങൾ കണ്ടോ, എല്ലാം കഴിക്കാനാണ്. നമ്മൾ അവിടെ വെച്ച് ഈ ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. 100 രൂപയായതിന്. പിന്നെ ഇങ്ങോട്ടെല്ലാം നല്ല സെറ്ററാണ് മേടിച്ചത്. ഈ കാണുന്ന എല്ലാം സെറ്റർ തന്നെ. നമ്മുടെ ചെവിയിൽ കാറ്റടിക്കാതിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ആണ്. ഇതൊക്കെയാണ് ഇവിടെ മൊത്തം. ഈ വന്നു കഴിഞ്ഞാൽ ഈ സാധനങ്ങളാണ് ഇവിടെ മേടിക്കാൻ കിട്ടും. നല്ല ലാഭം കേട്ടോ. 300, 350 രൂപയൊക്കെ ഉള്ളു. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയപ്പോൾ ഇതിന് 500 രൂപയ്ക്കാണ് നമ്മൾ ശ്രീകുട്ടനും ദേവനും ഓരോ സെറ്റർ വാങ്ങിയത്. പിന്നെ ക്വാളിറ്റി വ്യത്യാസം വരും. ഇതുണ്ടോ ഇത് നല്ല ഭംഗിയുണ്ട്. ഇവിടെയും നല്ല കുറെ തേയിലകളാണ് കേട്ടോ, പാക്കറ്റ് കണക്കുള്ളത്. പക്ഷെ നമ്മള് സാധനം നമ്മള് പുറത്ത് അവിടെ നമ്മള്
പൈസ ഇല്ല കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ 550 600 രൂപയായിരുന്നു സെറ്ററിന്. പക്ഷെ ഇപ്പൊ ഇവിടെ വന്ന് വില ചോദിച്ചപ്പോൾ അതേ സെയിം തന്നെ, പക്ഷെ ഇച്ചിരി ക്വാളിറ്റി വ്യത്യാസം വരും, അത്രേ ഉള്ളൂ. അതിന് 300 രൂപ. അപ്പൊ അത്രയും വ്യത്യാസമുണ്ട്. കണ്ടോ ഈ ഒരു കട കണ്ടോ, നമുക്ക് മൊത്തം ചോക്ലേറ്റുകളാ. മൂന്നാറിന്റെ കാഴ്ചകളുണ്ടോ, ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ കാഴ്ചകൾ. മൊത്തം ചോക്ലേറ്റുകളാണുള്ളത്. ചോക്ലേറ്റ്, തേയില, കാപ്പിപ്പൊടി. ആൾക്കാർക്ക് വേണമെന്നെങ്കിൽ ഗ്ലാസ്, കണ്ണിൽ വെക്കുന്ന സൺഗ്ലാസ്. നമ്മള് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ മാർക്കറ്റിന് എടുക്കാനാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. മാർക്കറ്റിൽ പോകണമെങ്കിൽ കുറച്ച് അപ്പുറം ക്രോസ് ചെയ്ത് ഇറങ്ങണം. അപ്പൊ നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോയിലാണ് ഇവിടെ ഇറങ്ങിയത്. മറ്റവര് എവിടെ പാർക്ക് ചെയ്യുക വണ്ടി, ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് അവരെവിടെയാണ് പാർക്ക് ചെയ്ത് ഞങ്ങളോട് മാർക്കറ്റിന് എടുക്കൽ ഓട്ടോയിൽ വന്ന് ഇറങ്ങാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുക. ഇനി മാർക്കറ്റിനകത്ത് കയറാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിനകത്ത് കയറാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതുള്ള നടന്നുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോഴങ്ങനെ നമുക്ക് മൂന്നാർ മാർക്കറ്റിനകത്തോട്ട് കയറാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്ന് പല പച്ചക്കറികൾ കാണാൻ കയറിയത് കേട്ടോ. അപ്പോൾ ഇവിടെ കയറിയപ്പോൾ നല്ല പച്ചക്കറികളെ ഇന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ. അതുപോലെ തന്നെ പച്ചമുളക്, പയറ് എല്ലാം. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ പച്ചക്കറി ഇങ്ങനെ കൂട്ടിയിട്ടേക്കും കേട്ടോ. ഒരുപാട് സ്ഥലത്തായിട്ട് പച്ചക്കറി ഇട്ടേക്കുന്നത്. ഇതൊരു വലിയൊരു മാർക്കറ്റാണ് കേട്ടോ. ഇതിനകത്ത് ഇറച്ചി, മീൻ മാർക്കറ്റുണ്ട്, അതുപോലെ ഇറച്ചി ഒക്കെ ഉള്ളൊരു വലിയൊരു മാർക്കറ്റാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിനകത്തൂടെ പതുക്കെ നടന്ന് എല്ലാ സ്ഥലങ്ങളും ഒന്ന് ഓടിച്ചിട്ടൊന്ന് കാണാം കേട്ടോ. നമുക്കൊന്നും സാധനങ്ങളൊന്നും വാങ്ങേണ്ടുന്ന കാര്യമില്ല. അപ്പോൾ എന്നാലും നമുക്ക് ഈ മാർക്കറ്റിനകം ഒന്ന് കണ്ടിരിക്കാം. പച്ചമുളകൊക്കെ കൊണ്ടുവന്ന് കൂട്ടി വാരിയും കിട്ടിക്കാം, മല്ലിയിലയും എല്ലാം അതുപോലെ തന്നെ, കറിവേപ്പില എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൂനയ്ക്ക് ഇങ്ങനെ ഇട്ടേക്കും കേട്ടോ. ഇതെല്ലാം കണ്ടെന്ന് നമുക്ക് പോകാം. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്കിവിടെ വലിയ കുമ്പളങ്ങ, ചെറിയ കുമ്പളങ്ങ, അങ്ങനെയൊക്കെ ഉള്ള പല പല സൈസിലെ സാധനങ്ങൾ, മത്തൻ, വെള്ളരി, പടവലം ഒക്കെ. കാബേജൊക്കെ കൊണ്ടുവന്ന് കൂട്ടി അങ്ങ് ഇട്ടേക്കുക, ചാക്ക് കണക്കിന് കൊണ്ടുവന്ന് കൂട്ടി വാരി ഇട്ടേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് പുറത്തിറങ്ങിയാൽ മീൻ മാർക്കറ്റുണ്ട് പുറത്ത്. അപ്പോൾ ഇതുവഴി ചോദിച്ചപ്പോഴും പറഞ്ഞ് ഇതുവഴി പുറത്തങ്ങിറങ്ങി ഒരു നല്ല സഹകരണമുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ അവർ ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്കൊക്കെ. എല്ലാവരും കൂടുതലും തമിഴല്ലേ സംസാരിക്കണം, അപ്പോൾ നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും പറഞ്ഞു വരുമ്പോൾ. പിന്നെ ചിലതൊക്കെ നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പം അങ്ങനെ ഞങ്ങളതുവഴി ഇറങ്ങി കണ്ട് വരുക. ക്യാരറ്റൊക്കെ ഉണ്ടല്ലോ, ശരിക്കും ക്യാരറ്റാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. ഇത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി ആയിരിക്കും. തമിഴ്നാട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമല്ലേ, ഇപ്പോൾ അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതായിരിക്കാം. വട്ടവടയിലൊക്കെ ഉള്ള മൂന്നാറിലൊക്കെ ഉള്ള പച്ചക്കറികൾ ഉണ്ടായിരിക്കും ഇതിനിടയ്ക്ക്. നല്ല നാടൻ അല്ല, ചെറിയ മത്തനുണ്ട്, വെള്ളരി, ചൊരയ്ക്ക. പണ്ട് ചൊരയ്ക്ക എന്ന് പറയുന്നൊരു സാധനം നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സാധനങ്ങളുണ്ട്. കുറേ പലഹാര ഐറ്റങ്ങളുണ്ട്, വാഴക്കൂമ്പ് ഉണ്ടോ. ഇത് ഒരു ബീൻസാണ്, ചെറിയൊരു സൈസ് ബീൻസാണ് കണ്ടത്. പിന്നെ വയലറ്റ്, നമ്മുടെ കാബേജ്. ദേവനുണ്ട്. എല്ലാവരും ഈ ഒരു സാധനങ്ങളിങ്ങനെ പച്ചക്കറി ഐറ്റങ്ങളൊക്കെ കണ്ട് വരിക കേട്ടോ. ക്യാബേജ് വെട്ടി അതിൻ്റെ തൊലി കളയുന്നുണ്ടോ. കാബേജിൻ്റെ പുറത്തുള്ള ആദ്യത്തെ ഇലയൊക്കെ അങ്ങ് വെട്ടിക്കളയുക. ഇല നല്ലതുപോലെ കിളിച്ച് നിന്ന് അതിനകത്ത് എനിക്കത് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കോളിഫ്ലവർ ഞാൻ 2-3 വെച്ച് പിടിപ്പിച്ച് നല്ലതുപോലെ പിടിച്ചു വന്നതായിരുന്നു. പിന്നീട് അതെല്ലാം പോയി, പിന്നെ പിടിച്ചിട്ടില്ല കേട്ടോ. കോളിഫ്ലവർ പിടിച്ചതാണ്. പിന്നെ ഞങ്ങളങ്ങനെ ഇനി പുറത്തിറങ്ങി കേട്ടോ. പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങി. അവിടെയും തന്നെ പച്ചക്കറി തന്നെ കൂടുതലും. ദേവനാണ് എൻ്റെ മുന്നേ വെച്ച് പിടിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരു പയറാണ് ആ കാണുന്നത്. അത് എന്തോ തോരൻ വയ്ക്കുന്ന ഒരു പയർ, എന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണ് ഞാനതങ്ങ് വിട്ടുപോയി കേട്ടോ. നല്ലൊരു പയറാണ് അത്, നല്ല വയലറ്റ് കളറിലുള്ള
പിന്നെ നാരങ്ങ, എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടോ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി, ഉണക്കമീൻ, കൊഞ്ച്, മുട്ട ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് ഉണക്കമീനും മറ്റു സാധനങ്ങളും ഒക്കെ. ഇനി പച്ചക്കറി മാർക്കറ്റ് കഴിഞ്ഞു. കുറേ പലഹാരങ്ങൾ, അത് മാത്രം ഒരു സൈഡിൽ, പച്ചക്കറി ഒരു സൈഡ്, ഉണക്കമീനൊക്കെ കുറവാണ് കേട്ടോ. കുറച്ചേ കാണുന്നുള്ളൂ, കുറച്ച് ഭാഗത്തേ കാണുന്നുള്ളൂ. ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം സഞ്ചി, കന്നാസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇവിടെ തൂക്കിയിട്ട്. പലചരക്കിൻ്റെ സാധനങ്ങളാണ് ഇനി കാണുന്നത്. അപ്പോൾ അകത്ത് കയറിയപ്പോൾ നല്ല വെട്ടമൊന്നുമില്ല കേട്ടോ, ഒരു ഇരുട്ട് പോലെയൊക്കെയാണ്. അപ്പോൾ നമുക്കിങ്ങനെ നടന്ന തുണിയൊക്കെ ഇനി അടുത്ത ടെസ്റ്റ് ഉണ്ടോ. തുണികൾ, കൊച്ചു പിള്ളേരുടെ തുണികളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ മൂന്നാർ മാർക്കറ്റിൽ നിന്നൊക്കെ ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ വട്ടവട റോഡിലേക്കാണ് പോകുന്നത്. അപ്പം ഇനി കാണുന്നത് വട്ടവടയിലെ കാഴ്ചകളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വട്ടവടയിലേക്ക് പോകാം. അപ്പം നമ്മൾ മൂന്നാറിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വട്ടവടയിലേക്കുള്ള യാത്രയിൽ മാട്ടുപ്പെട്ടി എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ തേയിലത്തോട്ടത്തിൻ്റെ സൈഡിലായിട്ട് കുതിരസവാരിയും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഗെയിമുകൾ കളിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ അങ്ങോട്ട് മാറി നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു തേയില എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തോട്ടമാണ് കേട്ടോ. അങ്ങനെ നമുക്കിവിടെ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ അപ്പുറത്ത് മാറി എന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമുക്ക് പൈസ കൊടുത്താൽ മാത്രം മതി. ഇപ്പം നമ്മൾ ഫോട്ടോയൊന്നും അവരെ കൊണ്ട് എടുപ്പിച്ചിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള ഫോൺ കൊണ്ട് മാത്രമാണ് നമ്മൾ ഫോട്ടോ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ നിന്ന് കുറച്ച് നമ്മുടെ പൈനാപ്പിളൊക്കെ മേടിച്ച് കഴിച്ചതുണ്ട് കേട്ടോ. നമ്മൾ കയറി വന്ന ആ റോഡ് ഉണ്ടോ, കാറ അങ്ങോട്ട് പോകുന്ന ഇങ്ങോട്ട് വരുന്ന കുഞ്ഞ് കളിപ്പാട്ടം ഉള്ള കാറില്ലേ, കളിപ്പാട്ടം കാറ് പോകുന്നതാണോ തോന്നുന്നു ഇത്രയും ദൂരം. അപ്പോൾ നമ്മൾ മാട്ടുപ്പെട്ടി വ്യൂ പോയിൻ്റൊക്കെ കഴിഞ്ഞ് നമ്മളിനി അടുത്തത് മാട്ടുപ്പെട്ടി ഡാമിലേക്കുള്ള വഴിയിലേക്കാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിക്ക് നമ്മളൊരു നല്ലൊരു സ്ഥലത്തിറങ്ങി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ഇനി വട്ടവടയ്ക്കാണ് പോകുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് തന്നെ പല കാഴ്ചകളും നല്ല മരങ്ങളും. ഇനിയിപ്പം കുറേ ഭാഗത്തേക്ക് നമ്മൾ തേയിലത്തോട്ടങ്ങളും ഒന്നും കാണുന്നില്ല, കുറേ മരങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് മാട്ടുപ്പെട്ടി ഡാം കണ്ട് നമ്മൾ അവിടെ ഇറങ്ങിയില്ല. അതിന് ഈ കാണുന്നത് എക്കോ പോയിൻ്റാണ്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. പക്ഷേ നമ്മളവിടെ വണ്ടിയൊന്നും നിർത്തിയില്ല, നമ്മൾ നേരെ വണ്ടി വിട്ടു പോയതാട്ടോ. വണ്ടി നിർത്താനുള്ള സൗകര്യം നമുക്ക് അവിടെ ഇല്ലായിരുന്നു. എന്നാലും നമ്മൾ നേരത്തെ രാത്രിയാവുന്നതിന് മുമ്പേ നമുക്ക് വട്ടവടയ്ക്ക് പോകണം. വട്ടവട 6 മണിക്ക് മുന്നേ ചെന്നില്ലെങ്കിൽ നമുക്ക് വട്ടവടയ്ക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ വണ്ടി നിർത്തില്ല. നിർത്തിക്കഴിഞ്ഞാൽ എല്ലാവരും അവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ പിന്നെ കുറേ താമസമൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളവിടെ വണ്ടി നിർത്താഞ്ഞത്. അപ്പോൾ അങ്ങനെ എക്കോ പോയിന്റിൽ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ, ഭയങ്കര ബ്ലോക്കായിരുന്നു. കുറേ ബസ്സുകളും കാറുകളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ തൊട്ട് ബാക്കിലായിട്ട് ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കൊണ്ടുവന്ന് നമ്മുടെ വീൽ ചെയർ ബാക്കിൽ കെട്ടി വെച്ചിരുന്നായിരുന്നു. അപ്പോൾ അതിൽ കൊണ്ടുവന്ന് ഇടിച്ചു. അങ്ങനെ കുറേ സമയം, അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സമയം നഷ്ടപ്പെട്ടു. കാരണം നമുക്ക് എക്കോ പോയിന്റും കുണ്ടള ഡാമും ഒന്നും കാണാൻ പറ്റിയില്ല. കാരണം 6 മണിക്ക് മുമ്പ് തന്നെ നമ്മൾ വട്ടവട എത്തിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറ്റി വിടത്തില്ല. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഈ ഒരു റോഡെന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ ഇരുവശങ്ങളും ഭയങ്കരമായ വനമാണ് കേട്ടോ. ഫോറസ്റ്റിൻ്റെ ഏരിയയാണ്. അപ്പോൾ ഇവിടെ കുറേ മൃഗങ്ങൾ, ആന, പുലി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ റോഡിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു, എത്രയും പെട്ടെന്ന് നമുക്ക് വട്ടവട എത്തണമെന്നുള്ള ഒരു വിചാരത്തിൽ. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി മുന്നോട്ട് പോയിക്കുമ്പോൾ റോഡിൻ്റെ ഇരു സൈഡിൽ നിന്നായിട്ട് കുറേ കുരങ്ങന്മാർ, കുട്ടിക്കുരങ്ങന്മാരും കുഞ്ഞുങ്ങളും തള്ളയും എല്ലാം കൂടെ നമ്മുടെ വണ്ടിയുടെ പുറകെ ഓടി വരുമായിരുന്നു കേട്ടോ. എന്തെങ്കിലും ഭക്ഷണം അവർക്ക് കിട്ടുമെങ്കിൽ അത് കഴിക്കാമല്ലോ എന്നുള്ള വിചാരത്തോടെ ആയിരിക്കും. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് 1-2 ഓറഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഇട്ട് കൊടുത്ത് അവരത് എല്ലാവരും കൂടെ പിടി അത് ഭക്ഷിക്കുന്നുണ്ട് കേട്ടോ. വണ്ടി നിങ്ങൾ നിർത്തണ്ട, എല്ലായിടം ഇത് തന്നെ കേട്ടോ, എല്ലാവരും ഓടി വരുക. ഓരോരുത്തർക്ക് കിട്ടുന്നതനുസരിച്ച് ആൾക്കാരെ ഓടി വരിക. നിങ്ങൾ കണ്ടോടാ, ഞാൻ പത്രം വായിക്കുന്നുണ്ടോ? അവിടെ ഒരാള് പത്രം വായിക്കുന്നുണ്ടോ?
അയ്യോ എല്ലാവരും കൂട്ടത്തോടെ ഓടി വരിക കേട്ടോ, ഭക്ഷണം കിട്ടുമെന്ന് കരുതി. അതാണ് വിശക്കുന്നുണ്ടായിരുന്നു. അവര് ഭക്ഷിക്കുന്നത് കായും കാട്ടുകായും പഴങ്ങളും ഒക്കെ അവര് ഭക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ കുരങ്ങന്മാർക്ക് ഓറഞ്ചൊക്കെ കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ കാണുന്നത് എല്ലപ്പെട്ടി എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് കേട്ടോ. നിങ്ങൾ പോകുന്ന വഴിക്ക് ഈ ഒരു സ്ഥലം കാണാതെ പോയത് അത്രയും സുന്ദരമായ ഒരു സ്ഥലം കേട്ടോ. ഇത് കേരളം തന്നെയാണോ ഇത്? അതാ ചെടികള് അത് പൂവാണോ മോനെ? നമ്മള് പണ്ട് ഓർക്കണ്ട കടക്ക സിറ്റിക്ക് പോയിച്ച് സ്കൂളിന്റെ അവിടെ താഴത്തെ വീടുകളാണ്. ഈ സ്ഥലത്ത് തന്നെ കുറെ സാധനങ്ങൾ. എങ്ങോട്ട് നോക്കിയത് നോക്കിയേ. അപ്പൊ നമ്മള് വട്ടവട ചെക്ക് പോസ്റ്റിൽ കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടോ.